വാർത്തകളിലേക്ക് വിശദമായി. ജാതി വിവേചനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനിടെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് ശങ്കർ മോഹൻ പ്രതികരിച്ചു. അതേസമയം സമരത്തിന്റെ മറ്റാവശ്യങ്ങളിൽ കൂടി ഉറപ്പ് ലഭിച്ച ശേഷം പിൻവലിക്കാമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. 48 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കി ശങ്കർ മോഹൻ രാജിവെച്ചത്. ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണന് കൈമാറിയ രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും ലഭിച്ചു. ടേം പൂർത്തിയാകുന്നതിനാലാണ് രാജിവെക്കുന്നതെന്നാണ് ശങ്കർ മോഹൻ പ്രതികരിച്ചത്. കണ്ട വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കാൻ താൻ മന്ത്രിയല്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വേറെ ആരുടെങ്കിലും സമയം നോക്കി ചെയ്യും. ഇവിടെ ഇതിനുള്ള സ്ഥലമല്ല. പ്ലീസ്, ഞാൻ മന്ത്രിയൊന്നുമല്ലല്ലോ. കാണുന്നിടത്തെല്ലാം പോയി അഭിപ്രായം പറയാനാണ്. അതേസമയം സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ച ശേഷം സമരം പിൻവലിക്കാമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. അക്കാഡമിക് വിഷയങ്ങൾ അടക്കമുള്ള 11 ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരൊന്നും വന്നില്ല. രാജ്യമായിരുന്നു ഒരു ഡിമാൻഡ്, 12 ഡിമാൻഡേ ഉള്ളൂ. ബാക്കി 11 ഡിമാൻഡുകളുടെ ഒരു അതിലോട്ടുള്ള ചർച്ചയ്ക്ക് അതിലുള്ള മീറ്റിങ്ങിനുള്ളൊരു കൺഫർമേഷനും ബാക്കി കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അക്കാഡമിക് ഇതിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഒരു ചർച്ച നടത്തി പക്ഷെ അത് റെസ്യൂം ചെയ്ത് കൊണ്ടുപോകുന്നൊരു അവസ്ഥ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ഡിസംബർ 4 മുതലാണ് കോട്ടയം പള്ളിക്കത്തോട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഡിസംബർ 23 മുതൽ ജില്ലാ കളക്ടർ കോളേജ് അടച്ചിടുകയായിരുന്നു. കേവലം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല സമരത്തിൽ ഉയർന്നു കേട്ടത്. ദിവസവേതനക്കാരായ സ്ത്രീ തൊഴിലാളികളോട് ശങ്കർ മോഹൻ ജാതീയമായി പെരുമാറിയെന്ന ഗുരുതരമായ ആരോപണവുമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ? ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, News 18, പള്ളിക്കത്തോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററിക്ക് യൂട്യൂബിലും ട്വിറ്ററിലും വിലക്ക്. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ സമൂഹമാധ്യമങ്ങളിലെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഡോക്യുമെന്ററിയുടെ ലിങ്ക് നേരത്തെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ 1-ാം ഭാഗം 17-നാണ് BBC പ്രക്ഷേപണം ചെയ്തത്. ഡോക്യുമെന്ററി കൊളോണിയൽ മനോഭാവത്തോടെ ഉള്ളതാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ചൂണ്ടിക്കാട്ടി 302 പ്രമുഖർ പ്രസ്താവന ഇറക്കി. മുൻ ജഡ്ജിമാരും മുൻ മേധാവിയും ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗത്തിൽ മാറ്റമില്ലാതെയാണ് ഗവർണർ അംഗീകരിച്ച് സർക്കാരിന് തിരികെ നൽകിയത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കവിഷയങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെയും മയപ്പെട്ട വിമർശനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. നിയമമന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിലുള്ള ഉപസമിതിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കിയത്. തിങ്കളാഴ്ചയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. 2047 ഇന്ത്യയെ ഇസ്ലാമിക് രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. എതിരാളികളെ വകവരുത്താൻ സർവീസ് ടീമുകൾക്കും കില്ലർ സ്ക്വാഡുകൾക്കും രൂപം നൽകിയിട്ടുണ്ടെന്നും കോടതിയിൽ വ്യക്തമാക്കി. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIA കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 4 നൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് PFI ലക്ഷ്യമിടുന്നത് എന്നാണ് NIAക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വെളിവാക്കുന്നത്. സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരുവിന്റെ കൊലപാതക കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 20 പ്രതികളിൽ 6 പേരും ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ഇരുഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ UAPA നിയമത്തിലെ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. 2022 ജൂലൈയിലാണ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പ്രവീണിന്റെ കൊലപാതകം നടന്നത്. മുതിർന്ന PFI നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പട്ടികയിലുള്ളവരെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പ്രത്യേക ടീമുകൾ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രം പറയുന്നു. ബംഗളൂരു, സുള്ളിയ ടൗൺ എന്നിവിടങ്ങളിലായി PFI അംഗങ്ങളുടെയും നേതാക്കളുടെയും യോഗങ്ങൾ ചേർന്ന് ഗൂഢാലോചന നടത്തി. ജില്ലാ സർവീസ് ടീം തലവൻ മുസ്തഫ ഒരു പ്രത്യേക സമുദായത്തെ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം 4 പേരെ കണ്ടെത്തി. അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നും കുറ്റപത്രം പറയുന്നു. നാഷണൽ ഡെസ്ക്, News 18. നിരോധിത സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടി സർക്കാർ. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തത്.
ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം 100-ലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ധോണിയെ വിറപ്പിച്ച PT7 പിടികൂടാനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു. PT7 ഉൾക്കാട്ടിലേക്ക് കയറിയതാണ് പ്രതിസന്ധിയായത്. ദൗത്യം നാളെയും തുടരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ദൗത്യം ആരംഭിച്ചത്. ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള ചപ്പാത്തിൽ PT7 ഉണ്ടായിരുന്നു എന്നതിനാൽ 10 മണിയോടുകൂടി ദൗത്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത്. എന്നാൽ 10 മണിക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ചപ്പാത്തിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് PT7 വലിഞ്ഞതോടെ ദൗത്യം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. നമ്മൾ ഇവിടുന്ന് തൊട്ട് ബാക്കിനുള്ള ചപ്പാത്തിൻ്റെ മുകളിലുള്ള ഒരു മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ പിന്നാലെ പോവുകയും മരുന്നും ചൂടെന്ന് പറയുന്ന ഇതിനകത്തുള്ള ചെറിയൊരു ഭാഗമാണ്. നമ്മൾ ഭൂമിക്കകത്ത് പല പല പേരുകൾ അവർ ലോക്കലി പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇതിനെ ആദ്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെങ്കിലും കാരണം ആനയും വളരെ കൃത്യമായിട്ട് കാരണം ആളുകൾ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അല്പം സാഹചര്യം ഓക്കെ ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനയുടെ ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ടും സ്റ്റീപ്പായതുകൊണ്ടും ചൂടായതുകൊണ്ടും നമുക്ക് ആ ഒരു ഡാർട്ടിംഗ് എന്ന വിഷയം നമുക്കിപ്പോൾ നടത്താൻ. PT7 ഇന്ന് പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ധോണി നിവാസികൾ. പക്ഷേ ഉദ്യമം പകുതി വഴിയിൽ അവസാനിപ്പിച്ചത് അവർക്ക് നിരാശ നൽകുന്നതാണ്. ശ്രമം നാളെയും തുടരുമെന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകുന്നു. ശ്രമം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത്രയും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ചിലപ്പോൾ പലയിടത്തും നമുക്ക് പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊന്നും ഈ രാവിലെ നേരത്തെ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. അങ്ങനെ രാത്രി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ PT7 വീണ്ടും ഉൾക്കാട്ടിൽ തുടർന്നാൽ പ്രതിസന്ധി തുടരും. ധോണിയിൽ നിന്നും പ്രജിത് കൊങ്ങാടിനും അഖിൽ ഒട്ടുപാറയ്ക്കും അനുമോദിനുമൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. PT7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാൻ 3 കുങ്കിയാനകളെയാണ് ദൗത്യസംഘം ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നാട് വിറപ്പിച്ച കൊമ്പന്മാർ തന്നെയാണ് കുങ്കിയാനകളായി എത്തുന്നത്. വനംവകുപ്പ് പിടികൂടി പ്രത്യേക പരിശീലനത്തിലൂടെ മെരുക്കിയെടുത്ത കാട്ടാനകളാണ് കുങ്കിയാനകൾ. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനം വകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനം വകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ. ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജംപാറയിൽ നിന്നും 1 വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഈ 3 പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുവിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന പോലീസ് മേധാവി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് യൂണിറ്റ് മേധാവികൾക്കുള്ള നിർദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. അതേസമയം ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട 3 പേർ തിരുവനന്തപുരത്ത് കോടതിയിൽ കീഴടങ്ങി.
സേനയിലെ കളങ്കിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് നിർദ്ദേശിച്ചിരുന്നു. ഈ പട്ടിക ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് നൽകാനാണ് യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. യൂണിറ്റ് മേധാവിമാരായ IG-മാർ, DIG-മാർ, സിറ്റി പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടിക നൽകേണ്ടത്. പോക്സോ, പീഡനം, വിജിലൻസ്, ഗുരുതര കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുക. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ടവരുടെ വിവരങ്ങളും അറിയിക്കണമെന്ന് DGP നിർദ്ദേശിച്ചു. DYSP ഉൾപ്പെടെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരശേഖരമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സേനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി 24 CI-മാരെ കൂടി സ്ഥലം മാറ്റി. അതേസമയം കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ കോടതിയിൽ കീഴടങ്ങി. ആരിഫ്, ആസിഫ്, ജോമോൻ എന്നിവരാണ് കീഴടങ്ങിയത്. ഓംപ്രകാശിനും പുത്തമ്പാലം രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷമായിരുന്നു ആത്മഹത്യ. അതേസമയം തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിനെതിരെ കേസെടുത്തിരുന്നുവെന്ന് തൊടുപുഴ പോലീസ് അറിയിച്ചു. പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത് ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്ത് ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അമലിന്റെ ആത്മഹത്യ. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ വിഴിഞ്ഞം പോലീസിനെ വിളിച്ചു പറഞ്ഞു. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു ഇയാളുടെ ആരോപണം. രാത്രി തള്ളേരടുത്ത് പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത് എന്തൊക്കെ ഫേസ്ബുക്കിൽ എന്തൊക്കെ ഇട്ടായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കണം. ആത്മഹത്യ ചെയ്യാൻ പോകണം കൃത്യമായിട്ട് അവൻ പറഞ്ഞിരിക്കുന്നു. തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിനെതിരെ കേസെടുത്തിരുന്നു. തൊടുപുഴ സ്വദേശിയായ യുവതിയുമായി അമലിന്റേത് 2ാം വിവാഹമായിരുന്നു. യുവതിയുടെ ആദ്യ ഭർത്താവ് ആക്രമിക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തുവെന്നായിരുന്നു അമലിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ആയൂരിൽ മകളോട് മോശമായി സംസാരിച്ച മദ്യപ സംഘത്തെ ചോദ്യം ചെയ്ത പിതാവിന് ക്രൂരമർദ്ദനം. തൊട്ടുപിന്നാലെ പിതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. മർദ്ദന വിവരം ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും മകളെയും കൂട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു അജയകുമാർ. വീടിന് സമീപത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന 4-അംഗ സംഘം മകളെ അനാവശ്യം പറഞ്ഞു. മകളെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങിയെത്തിയ അജയകുമാർ മദ്യപസംഘത്തെ ചോദ്യം ചെയ്തു. ക്ഷുഭിതരായ സംഘം പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. അജയകുമാറിന്റെ മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റു. മാനസികമായി തകർന്ന പിതാവിനെ തൊട്ടടുത്ത ദിവസം രാത്രി 9 മണിയോടെ വീടിനു പിന്നിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിനെ ട്യൂട്ടോറിയിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അയലോക്കത്ത് വെച്ച് വരുന്ന വഴിയിൽ വെച്ച് മദ്യപാന സംഘം പള്ളു പറഞ്ഞ് കൊച്ചിനെ കളിയാക്കി. അത് വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദിച്ച് അവശനാക്കി കണ്ണിൻ്റെ മുഖം മൊത്തം അടിച്ച് ശരിക്ക് വളയിട്ടാണ് അടിച്ചത്. വീട്ടിൽ വന്ന് മിണ്ടാതെ റൂമിൽ കയറി കിടന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഇതിൻ്റെ മനം നൊന്താണ് അനിയൻ ആത്മഹത്യ ചെയ്യാൻ കാരണം. പോലീസിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറായെങ്കിലും മൊഴി പറയാൻ ആരും തയ്യാറായില്ല. മരണത്തിന് കാരണക്കാരായ 4 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് അജയകുമാറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. MDMAയുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റാണ് തൂങ്ങി മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMAയുമായി പിടികൂടിയത്. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ 2ാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. റോസിലി വധക്കേസിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് കാലടി പോലീസ് സമർപ്പിച്ചത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരാണ് പ്രതികൾ. 200 സാക്ഷികൾ, 130 അനുബന്ധ രേഖകൾ,
കത്തി ഉൾപ്പെടെ 50ഓളം തൊണ്ടിമുതലുകൾ എന്നിവ ഹാജരാക്കി. കൊലക്കുറ്റത്തിന് പുറമെ മനുഷ്യക്കടത്ത്, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കുപ്രസിദ്ധ ഗൂണ്ട നേതാവ് ഓം പ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ്. കവടിയാറിലെ വീട്ടിലാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി വി വിനോദ് ഒപ്പം ചേർന്നു. വിനോദ്, കൂട്ടാളികൾ ഇന്ന് കീഴടങ്ങിയിരുന്നു. എന്താണ് റെയ്ഡിന്റെ വിവരങ്ങൾ? കൃഷ്ണരാജ്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഓം പ്രകാശിന്റെ കവടിയാറിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. ഓം പ്രകാശും പുത്തമ്പാലും രാജേഷും ഇപ്പോഴും എവിടെയാണെന്നതിന് വ്യക്തതയില്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഡൽഹിയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലുമായി നടക്കുന്നുണ്ട്. മറ്റ് ഫയലുകൾ, അതോടൊപ്പം തന്നെ ചില പെൻഡ്രൈവുകൾ തുടങ്ങിയവ ഫ്ളാറ്റിലുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. നേരത്തെയും ഇവിടെ അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിൽ പ്രവേശിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നത് വ്യക്തമല്ല. മറ്റൊന്ന്, ഈ മാഫിയ സംഘങ്ങളാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അതായത് ഗുണ്ടകൾക്ക് മുകളിൽ ചില ആളുകളുണ്ട്. ഇവിടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ, അവരാണ് ഗുണ്ടകളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതും ഗുണ്ടകളെ ഓപ്പറേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGPക്കും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. മറ്റാരുടെയെങ്കിലും വിരലടയാളം അത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുമോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ നടപടി. ഗുണ്ടകളെ ഉടൻ തന്നെ പിടികൂടാം എന്ന പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്. ഓം പ്രകാശിന്റെ സംഘത്തിലെ 4 പേർ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അവർ കീഴടങ്ങി, ഇപ്പോൾ റിമാൻഡിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നാളെ സമർപ്പിക്കുകയും ചെയ്യും. ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ്. കവടിയാറിലെ വീട്ടിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനോദ്. ജമ്മുവിലെ നരിവാലിൽ ഇരട്ട സ്ഫോടനം, 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭീകരാക്രമണമാണെന്ന് ജമ്മു കാശ്മീർ ADGP മുകേഷ് സിംഗ് പറഞ്ഞു. ഡൽഹി ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ അടക്കം കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ബ്രിജ്ഭൂഷൺ ലൈംഗികാതിക്രമ ആരോപണം നിഷേധിച്ച് ദേശീയ ഗുസ്തി ഫെഡറേഷൻ രംഗത്തെത്തി. കായിക മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് പ്രതികരണം. രാജ്യത്ത് ഗുസ്തിയുടെ വളർച്ചയ്ക്ക് ആരോപണങ്ങൾ സഹായകരമാകില്ല. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വ്യക്തി താൽപര്യങ്ങളാണെന്നും ഫെഡറേഷൻ വിശദീകരണത്തിൽ വ്യക്തമാക്കി. മറ്റു വാർത്തകളിലേക്ക്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകളേറെ. ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ജീവനക്കാർക്ക് പരിശീലനം, ഹൈജീൻ റേറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. ഒരു ഹോട്ടൽ വീഴ്ച കണ്ടെത്തി പൂട്ടിച്ചാൽ അവ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചാൽ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്നതായിരുന്നു മുൻ മാനദണ്ഡം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പരിശോധിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യം മാറുകയാണ്. പുതുക്കിയ മാനദണ്ഡ പ്രകാരം ഹോട്ടൽ അടപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ച ശേഷം വകുപ്പിനെ അറിയിക്കണം. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കും. പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ തുറക്കാൻ അനുവദിക്കും. എന്നാൽ 2 ആഴ്ചയ്ക്കിടെ ഇതേ സ്ഥാപനത്തിൽ വീണ്ടും പരിശോധന നടത്തും. ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ എടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവ എടുത്ത ശേഷം മാത്രമാകും തുറക്കാൻ അനുവദിക്കുക. ഹൈജീൻ റേറ്റിംഗ് നടത്താത്തവർ 1 മാസത്തിനുള്ളിൽ റേറ്റിംഗ് പൂർത്തിയാക്കി പ്രദർശിപ്പിക്കണം. ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ജനുവരി 3 മുതൽ ആരംഭിച്ച പ്രത്യേക പരിശോധനയിൽ 290 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. 1487 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിരുന്നു. സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സംരംഭക മഹാസംഗമം കൊച്ചിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. പ്രതിപക്ഷത്തിന്റെ നടപടിയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിന് എയിംസ് ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായുള്ള കഴിഞ്ഞ ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ കേരളമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മാനദണ്ഡം വച്ചായാലും കേരളത്തിന്
അനുവദിക്കാൻ യോഗ്യതയുണ്ട്. ആരോഗ്യ രംഗത്ത് മികച്ച പ്രവർത്തനമാണ് കേരളം കാഴ്ചവെക്കുന്നതെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് കേരളത്തിന്റെ ന്യായമായ ഒരു ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആ ആവശ്യം ഗൗരവമായി പരിഗണിക്കണം. ഏറ്റവും വേഗതയിൽ ഇനിയും കാലതാമസം വരുത്താതെ എയിംസ് കേരളത്തിന് അനുവദിച്ച് നൽകണം എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാനത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്. കായിക വാർത്തകൾ. ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം. 109 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെയും 40 റൺസ് എടുത്ത് പുറത്താകാതെന്ന ശുഭ്മാൻ ഗില്ലിന്റെയും മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലാണ് അനായാസം വിജയത്തിലേക്ക് എത്തിയത്. വിരാട് കോഹ്ലി 11 റൺസ് എടുത്ത് പുറത്തായി. നേരത്തെ മുഹമ്മദ് ഷമിയുടെ തകർപ്പൻ ബൌളിംഗ് പ്രകടനമാണ് ന്യൂസിലാൻഡിനെ 108 റൺസിന് ഓൾ ഔട്ടാക്കിയത്. ഷമി 3 വിക്കറ്റ് വീഴ്ത്തി. 7 ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാർ 2 അക്കം കാണാതെ പുറത്തായി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണാം.